ഇപ്പം നമ്മൾ വിലയിരുത്തിയ പല വിലയിരുത്തലുകളിലും ആർ സി ബിയും ഗുജറാത്തും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ സന്തുലിതമായ ഒരു ടീമാണ്. ഇപ്പോൾ ആർ സി ബിയിലേക്ക് വരാൻ സമയത്ത് പിന്നെ കുറേ ന്യൂ ബോൾ മാജിക്കുകൾ നടത്താൻ കഴിയുന്ന ഒരുപടി ബോളർമാർ അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ തുടർച്ചയായി ഗുജറാത്ത് ടൈറ്റൻസ് വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം മറ്റൊരു കണക്കോട് നമ്മൾ എടുത്ത് നോക്കണം. കഴിഞ്ഞ 5 മത്സരങ്ങളിലും പവർ പ്ലേയിൽ റബാഡയും സിറാജും 3 ഓവർ വീതം എറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതായത് അവരുടെ വിജയങ്ങളിലൊക്കെ ഈ ന്യൂ ബോൾ ബ്രില്യൻസ് ഭയങ്കരമായ നിർണായക ഘടകമാവുന്നുണ്ട്. ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ ഭുവനേശ്വർ ഹേസൽവുഡ് ആണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ സിറാജ് ഓവർ തുടങ്ങുന്നത് ഏത് സിറാജാണ്? IPL ചെണ്ട എന്ന് ഒരു കാലത്ത് നമ്മൾ വിളിക്കുകയും നിരന്തരം അടി വാങ്ങുന്നുവെന്ന് പരാതിയൊക്കെ പറഞ്ഞിരുന്ന ഒരു ബോളർ, അദ്ദേഹം ഒരു വൈറ്റ് ബോൾ പിന്നെ റെഡ് ബോൾ ക്രിക്കറ്റിൽ കളിക്കുന്നത് പോലെ ടെസ്റ്റ് ജേഴ്സി അണിഞ്ഞതുപോലെ ഒന്നാമത്തെ ഓവർ മെയ്ഡ് ഇൻ പ്ലസ് ഹെഡിന്റെ വിക്കറ്റ് ആണെന്ന് ആലോചിക്കണം. ആരാണ് ട്രാവിസ്? അതെ, അതായത് മുമ്പൊരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് തോന്നുന്നു ഇതുപോലെ നന്നായി കളിച്ചുകൊണ്ടിരുന്ന ട്രാവിസ് ഹെഡിനെ പുറത്താക്കിയതിനു ശേഷം ഒരു അഗ്രഷനൊക്കെ ഇട്ട് പോകുന്ന സിറാജിനെ നമ്മൾ സിറാജി ചെണ്ട എന്നുള്ള പ്രയോഗം ബാക്ക് ടു കുറെ കാലം മുമ്പേ അതങ്ങ് മാറ്റിയിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പൊ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഹർഷിദ്, അതായത് അതാണ് MSK പറഞ്ഞത് വളരെ കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ, ഹർഷിദ് റാണയ്ക്ക് പകരം നിങ്ങൾ T20 ടീമിലേക്ക് കൊണ്ടുവരേണ്ട ആളാണോ സിറാജ്? അദ്ദേഹം ഒന്നാം ഓപ്ഷനായി പരിഗണിക്കപ്പെടേണ്ട മനുഷ്യനല്ലേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഹർഷിദ് റാണയെ കുറിച്ച് നമ്മളെപ്പോഴും പറയാറുള്ളൂ, അദ്ദേഹം GG കോട്ടയാണ്, പിന്നെ സെലക്ടർമാരുടെ കണ്ണിലൊണ്ടെയാണ്. അദ്ദേഹം എവിടെ അണ്ടർ പെർഫോം ചെയ്താലും അദ്ദേഹം ടീമിലുണ്ടാകും എന്നത് അദ്ദേഹം അനുഭവിക്കുന്ന പ്രിവിലേജ് ആയിരിക്കും ചിലപ്പോൾ. സിറാജിന് വിശ്രമം കൊടുക്കുന്നതെന്ന് പറയുന്ന സമയത്തൊക്കെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോയിട്ട് അദ്ദേഹം ചത്ത് പണിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്ത് വിശ്രമമാണ് എടുക്കുന്നത്? അദ്ദേഹം ഹൈദരാബാദിലൊന്നും അല്ല അദ്ദേഹത്തിന് നമ്മൾ സാധാരണ കാണാറുള്ളത് എന്നാണ്. സോ പിന്നെ സിറാജ് റബാഡ ബ്രില്യൻസ് ശരിക്ക് ഗുജറാത്തിൻ്റെ പിന്നെ വിജയങ്ങളിൽ വളരെ നിർണായകമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പവർ പ്ലേയിൽ 2 ടീമുകളും ലോ സ്കോറിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ബോൾ പെർ റൺസ് പോലും അല്ല, 34 റൺസാണ്. അപ്പോഴും 2 റൺസ് അവിടെ കുറവാണ്. പക്ഷേ പിന്നെ സായ് സുദർശൻ്റെ ഒരു കൺസിസ്റ്റൻസി യഥാർത്ഥത്തിൽ ഗുജറാത്തിനെ വല്ലാതെ ഈ ടൂർണമെൻറ്റിൽ ഇപ്പോൾ 6ാമത്തെ 50 അദ്ദേഹം അടിക്കുന്നത്. അദ്ദേഹം ഇടക്കാലത്ത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കൊക്കെ യോഗ്യത നേടിയിട്ടുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ അദ്ദേഹത്തിന് ടീമിൽ ഇടമുണ്ടായിരുന്നു. അവസരം കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയർ ആണ് എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഒരുപാട് കാലത്തെ വിലയിരുത്തൽ. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇന്ത്യൻ ജേഴ്സിയിലുള്ള സമ്മർദ്ദമോ മറ്റായിരിക്കും. പക്ഷേ T20 മൈതാനങ്ങളിലേക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് IPL മൈതാനങ്ങളിലേക്ക് വരുന്ന സമയത്ത് സായ് സുദർശൻ്റെ കൺസിസ്റ്റൻസി ഗുജറാത്ത് പോലെയൊരു ടീമിനെ, അതുകൊണ്ട് തന്നെയാണ് അവർ പിന്നെ കുറേ കാലമായി അദ്ദേഹത്തെ വിടാതെ അവരുടെ കൂടെ തന്നെ സായ് സുദർശൻ ഉള്ളത് എന്നതാണ്.